കൃപാ സ്കൂളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ലഹരി പദാർത്ഥത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നാം സംസാരിച്ചപ്പോൾ പേഴ്സണാലിറ്റി ഡിഫക്ട്സ്, വ്യക്തിത്വ വൈകല്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ മറ്റൊരു വശം സാമൂഹികമായിട്ടുള്ള തലങ്ങളിലും അഡിക്ഷനിലേക്ക് പോകുന്നതിന് കാരണമായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം, മാനസികമായിട്ടും വൈകാരികമായിട്ടും അൺസ്റ്റബിളായിട്ടുള്ള ആളുകളാണ് കൂടുതലും അഡിക്ഷനിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ലഭ്യതയുടെ കാര്യവും നാം ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. നാം വസിക്കുന്ന ചുറ്റുപാടിൽ ലഭ്യത അഥവാ അവൈലബിലിറ്റി നന്നായിട്ടുണ്ടെങ്കിൽ അതും ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഒരു അശ്ലീലമല്ല എന്നുള്ള ഒരു മനോഭാവവും സമൂഹത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചുറ്റുപാടുകളിൽ ഇതിലേക്ക് വീണുപോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാര്യം, നാം വസിക്കുന്ന ചുറ്റുപാടുകളും സാമൂഹിക സാംസ്കാരിക നിലവാരവും ഈ മേഖലയിൽ വീണ്ടും സ്വാധീനിക്കുവാനുള്ള ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. കുടുംബം മറ്റൊരു മൗലികമായ വസ്തുതയാണ്. കുടുംബത്തിലെ ബന്ധങ്ങളും അവിടെയുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ ഈ ലഹരി പദാർത്ഥത്തിൻ്റെ ഉപയോഗത്തിലേക്ക് തള്ളിവിടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യക്തിപരമായ പേഴ്സണാലിറ്റി ഡിഫക്ട്സ് മാത്രമല്ല, സാമൂഹികമായ കാരണങ്ങളും അഡിക്ഷനിലേക്ക് പോകുവാനുള്ള ഒരു സാധ്യത തെളിയിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഏത് ഗവൺമെൻറ് ആണെങ്കിലും റവന്യൂ വരുമാനത്തിൻ്റെ ഒരു വലിയ ഭാഗം ഡ്രഗ്സ് മുഖാന്തരമാണ്, അല്ലെങ്കിൽ മദ്യ പദാർത്ഥത്തിൻ്റെ വിൽപ്പനയിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുക. ബെൻസറിയുടെ തിയറി അനുസരിച്ച്, ആ ലേണിംഗ് തിയറി, ഇഫ് യു ലേൺ യു ചേഞ്ച് യുവർ ബിഹേവിയർ അക്കോർഡിംഗ് ടു യുവർ ലേണിംഗ്. നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കുട്ടികൾ പ്രവർത്തിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസത്തിലേക്ക് എത്താം.